ആലപ്പുഴ പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കേസിൽ മുഖ്യപ്രതിയായ സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിന് സഹായം തേടിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ജിയോളജിസ്റ്റുകളുടെയും ഉപകരണങ്ങളുടെയും സഹായത്തോടെ പരിശോധന നടത്താൻ അനുമതി തേടി NCESSന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രധാനമായും സെബാസ്റ്റ്യന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ തെരച്ചിൽ. ഈ അപേക്ഷയ്ക്ക് അനുമതി ലഭിച്ചാൽ ഇത് രണ്ടാം തവണയാകും NCESSനെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് ഉപയോഗിക്കുക. നിസാമുദ്ദീൻ എന്ന 15 വയസ്സുകാരനെ കാണാതായ സംഭവത്തിന്റെ ദുരൂഹതയുടെ ചുരുളഴിക്കാനാണ് കേരള പോലീസ് ആദ്യമായി NCSSലെ ജിയോളജിസ്റ്റുകളുടെ സഹായം തേടുന്നത്. കുട്ടിയെ ഏറ്റവും ഒടുവിൽ കണ്ട പുരയിടത്തിലായിരുന്നു ഭൂമിക്കടിയിലേക്ക് 25 മീറ്റർ വരെ സ്കാൻ ചെയ്യാനാകുന്ന പക്ഷേ 1 ഏക്കറോളം സ്ഥലം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുമെന്നതിനാൽ വിജയകരമായി ഈ സംവിധാനം അന്ന് ഉപയോഗിക്കാൻ കഴിയാതെ പോയി. മൈനിങ് ആൻഡ് ജിയോളജിയിലും ആർക്കിയോളജി വിഭാഗത്തിലുമായി ഗവേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് അന്ന് റിസർച്ച് സെന്ററിൽ നിന്ന് ആലപ്പുഴയിലെത്തിയത്. എന്നാൽ നിസാമുദ്ദീൻ കേസിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകം തീരുമാനിച്ച ഏരിയകൾ കേന്ദ്രീകരിച്ചാകും പള്ളിപ്പുറത്ത് അനുമതി ലഭിച്ചാലുള്ള പരിശോധന. പ്രധാനമായും സെബാസ്റ്റ്യന്റെ കിടപ്പുമുറിയിലെ ഗ്രാനൈറ്റ് പാകിയ ഫ്ലോർ, സെപ്റ്റിക് ടാങ്കുകൾ എന്നിവയുടെ പരിശോധനയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. മുഴുവൻ ടൈൽ പാകിയ വീട്ടിൽ ഈ കിടപ്പുമുറിയിൽ മാത്രമാണ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണം നടന്നിട്ടുള്ളത്. കത്തിച്ച നിലയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ പൂർണ്ണമല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വീടിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ബാക്കി ഭാഗങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് 3 സ്ത്രീകളുടെ തിരോധാനമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയെങ്കിലും ദുരൂഹതകളുടെ കെട്ടഴിക്കാൻ കഴിയുമെന്നാണ് വിവിധ അന്വേഷണ സംഘങ്ങളുടെ പ്രതീക്ഷ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ഒട്ടേറെ ദുരൂഹത, പലരുടെയും തിരോധാനം അല്ലെങ്കിൽ മരണം, അതിൽ പ്രതി സെബാസ്റ്റ്യൻ തന്നെയോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, ഡേറ്റകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനാണല്ലോ ഇപ്പോൾ മറ്റൊരു ഏജൻസിയുടെ തന്നെ സഹായം തേടുന്നത്. ഈ അപേക്ഷയിന്മേൽ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, ഇത് വളരെയധികം ദുരൂഹതയുള്ള ഒരു കേസാണ് എന്നുള്ളതാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം 2 സ്ത്രീകളുടെ തിരോധാനം ഇതിനകത്ത് പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. അത് ചേർത്തല സ്വദേശിയായ ബിന്ദു പത്മനാഭന്റേതാണ്. ഇപ്പോൾ മറ്റൊരു കേസ് കൂടി വരുന്നു. ആയിഷ എന്ന റിട്ടയർഡ് സർക്കാർ ജീവനക്കാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് കൂടി മുന്നോട്ട് വരികയാണ്. ഈ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുമ്പോഴാണ് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും ജൈനമ്മ എന്ന സ്ത്രീ കാണാതാവുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജൈനമ്മയുടെ ഫോൺ ഇയാളുടെ കയ്യിൽ, അതായത് മുഖ്യപ്രതിയായ സെബാസ്റ്റ്യന്റെ കൈവശമുണ്ട് എന്നുള്ളത് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സ്ഥിരീകരിക്കാനാവുകയും ചെയ്തത്. 2012 മുതൽ, അതായത് 2006 ഈ ബിന്ദു പത്മനാഭൻ എന്ന കോടികളുടെ സ്വത്തുക്കളുടെ ഉടമയായ സ്ത്രീയെ കാണാതായി എന്നുള്ള വിവരം ലഭ്യമാകുന്നത്. അതിനുശേഷം പിന്നീട് അത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ജൈനമ്മയുടെ കേസ് ഇപ്പോൾ പോലീസിന്റെ മുന്നിലേക്ക് വരികയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, അതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത്. അതായത് ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മുഴുവനായ ശരീരഭാഗങ്ങളല്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ കാലാവസ്ഥ കുറച്ച് പ്രശ്നമാണ്, എനിക്കൊന്ന് മാറി നിൽക്കേണ്ടതായി. തീർച്ചയായും, അതായത് ഇപ്പോൾ ശരണ്യാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ആലപ്പുഴയിലൊക്കെ ഇപ്പോൾ മഴ പെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ശരണ്യയ്ക്ക് ഈ വാർത്തയുടെ തുടർച്ച നൽകാൻ സാധിക്കും. പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ ഒട്ടേറെ ദുരൂഹത, ഇത് വളരെ വിചിത്രമായ ഒരു കേസ് തന്നെയാണ്. ഒരു പക്ഷേ ഇലന്തൂരിലെ നരബലിയൊക്കെയാണ് ഇതിനു മുമ്പ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഓർമ്മ വരിക എന്ന് തോന്നുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ്
മരണപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പുറത്തു വരാത്ത പേരുകൾ പോലും ഉണ്ടാകാം. ഒരു പക്ഷേ ഇപ്പോൾ പല പേരുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പലപ്പോഴും ഈ പോലീസുകാരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളുണ്ട്. ഒരു കുറ്റകൃത്യം ഒരിക്കൽ ചെയ്താൽ പിന്നീട് ആ കുറ്റവാളിക്ക് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്താപമൊക്കെ ഇല്ലാതാവുകയാണെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് പിന്നീട് ഓവർ കോൺഫിഡൻസിലേക്ക് പോകും എന്നൊക്കെയാണ് ഈ അന്വേഷണ സംഘങ്ങൾ പലപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരെയൊക്കെ കൊന്നിട്ടുണ്ടാകാം, കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ദുരൂഹമായ ഒട്ടേറെ കാര്യങ്ങളുടെ ചുരുളഴിക്കാൻ ഇത്തരം ഏജൻസികളെ കൊണ്ട് സാധിച്ചേക്കാം. ശരണ്യ, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ പല കാലഘട്ടം ആണ്, പല ആളുകൾ ആണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ എന്നത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. അത് തെളിയിക്കുക എന്നതും അങ്ങേയറ്റം ശ്രമകരമാണല്ലോ. തീർച്ചയായിട്ടും അഭിലാഷ, വളരെ ദുരൂഹതകളുള്ള കേസാണിത്. അന്വേഷണ സംഘത്തിന് ഒരു ഘട്ടത്തിലും പിടികൊടുക്കാത്ത ആളായിരുന്നു ഈ സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. 2002 മുതൽ ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആണെന്ന് പറയുന്നു. 2006 അവരുടെ ഈ ഒരു ഇവരെ കാണാനില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയെന്ന് ചിലരൊക്കെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ പോലും ആധികാരികമായി എവിടെയും തെളിയിക്കാനായിട്ടുള്ള ബിന്ദു നിലവിലുണ്ട് എന്നുള്ളത്. അതിന് സമാനമായ കേസ് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഐഷയുടെ കേസും. അതായത് ഐഷയെ 2012 മിസ്സിംഗ് ആവുന്നു. 2012 ഇവർ മിസ്സിംഗ് ആയതിനു ശേഷം ഇവർ എവിടെയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇവരുടെ പെൻഷൻ തുക അടക്കമുള്ള കാര്യങ്ങൾ അത് കളക്ട് ചെയ്യുന്നതിനടക്കമുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് വരുമായിരുന്നു. ഇത് പിന്നീടും 2 വർഷത്തോളം ഐഷയുടെ പെൻഷൻ തുക വന്നു. പിന്നീട് അത് സർക്കാർ അത് താൽക്കാലികമായി ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നിർത്തലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ആ തുക പോലും ഐഷയൊന്നും ഇതുവരെ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീകളൊന്നും തന്നെ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്വേഷണ സംഘം എന്ന് തന്നെ പറയാം. വളരെ ഗുരുതരമായ ഒരു കേസാണ് ഇത്. ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസാണ്. ഈ കേസിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെയധികം പരിശീലനം ലഭിച്ച അഡ്വക്കേറ്റിന്റെ അടക്കമുള്ള ഉപദേശങ്ങൾ തേടി കൃത്യമായി അയാൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പിൽ ഓരോ പ്രാവശ്യം എത്തുമ്പോഴും അയാളുടെ അനാരോഗ്യം മുന്നോട്ട് വയ്ക്കുന്നു, അയാളുടെ പ്രശ്നങ്ങൾ അയാൾ മുന്നോട്ട് വയ്ക്കുന്നു. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് വിവരിച്ചു വരുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് സെബാസ്റ്റ്യൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് സെബാസ്റ്റ്യനിൽ നിന്ന് വിവരം തേടുക എന്നുള്ളത് ഒട്ടും കഴിയുന്ന ഒരു സാഹചര്യം അല്ല എന്നുള്ളതാണ്. അതായത് തനിക്ക് ചോദ്യം ചെയ്യലിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്ന, അയാളുടെ മെഡിക്കൽ റെക്കോർഡ്സ് കാണിച്ച് രക്ഷപ്പെട്ടു പോകുന്ന ഒരാളായി സെബാസ്റ്റ്യൻ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ജൈനമ്മ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യൻ ഒരു പിടി ഇപ്പോൾ വീണിട്ടുള്ളത്. ഒന്ന്, ആ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ആരുടേതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊന്ന്, ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം കാണുമ്പോൾ കണ്ടെത്തിയിട്ടുള്ള ആ എല്ലും കഷ്ണങ്ങൾ, അത് ഒരു ബോഡി മൊത്തമായി കൊണ്ട് കത്തിച്ചിട്ടുള്ള ലക്ഷണമല്ല അവിടെ കാണുന്നത്. മറിച്ച് ഈ ശരീര അവശിഷ്ടങ്ങൾ കത്തിച്ചതാണോ എന്നുള്ളത് ആണ് പോലീസിന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എവിടെ?